വെൽക്കം മാം ടു ദ ഷോ. താങ്ക് യു. നമ്മളെ കുറച്ച് ഇങ്ങനത്തെ ഗ്രീൻ ടീസിലേക്കൊക്കെ മാറുന്നതല്ലേ നല്ലത്? എന്ത് കൈൻഡ് ഓഫ് ക്ലയൻസിനെയാണ് മാം ഹോപ്പ്ഫുള്ളി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? വേറൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ ഉപദേശിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി നമ്മുടെ ഡെയിലി റുട്ടീൻസിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരു മാഗസീനിൽ വായിച്ച തിയറീസ് ആവാം, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആവാം. പക്ഷേ വെൽനെസ് എന്താണെന്നൊരു ബ്രോഡർ സെൻസിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ദ കോൺവെർസേഷനിലുള്ളത്. ഷീ ഈസ് എ നാച്ചുറോപ്പത്തി ഡോക്ടർ, ഹെൽത്ത് ആൻഡ് വെൽനെസ് എക്സ്പെർട്ട്, എഡ്യൂക്കേറ്റർ. വെൽക്കം ഡോക്ടർ അഖില വിനോദ്. താങ്ക് യു. സോ യു ഹവ് കം എ ലോങ് വേ അല്ലേ? ഒരു 19 years ആയി ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, യോഗ ഇതിലൊക്കെ വന്നിട്ട്. സോ ഹൗ ഹാസ് ബീൻ ദിസ് ജേർണി? ഇത്രയും കാലമായിട്ട് ഇതിൽ നിന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? എന്തുകൊണ്ട് ഇതൊരു കരിയർ ആയിട്ട് ചൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ഒരു 19 years എന്ന് പറഞ്ഞാലും പല രീതിയിലുള്ള ഭാവങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ പോയത്. അപ്പൊ ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പൊ ഈ ഒരു സമയം വരെ എന്ന് പറഞ്ഞാൽ യോഗ എപ്പോഴും എൻ്റെ ഒരു മ്യൂച്വൽ സംഭവം തന്നെയാണ്. ഞാൻ കുവൈറ്റിലായിരുന്നു എൻ്റെ തുടക്കം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡോക്ടറായിട്ട് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ യോഗ ഒരു ഇൻസ്ട്രക്ടറായിട്ട് തന്നെയാണ് ഞാൻ അവിടെ സേവനം ചെയ്തത് ഒരു 14 വർഷം. പിന്നെ നമ്മളൊരു ഹെൽത്ത് ക്ലബിൽ നാച്ചുറോപ്പതി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരിക്കും ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ യോഗ തെറാപ്പിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യോഗ തെറാപ്പിസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആൾക്കാരിലേക്ക് രോഗികളെയാണ് നമ്മുടെ ഫോക്കസ്. അത് കഴിഞ്ഞ് അപ്പം നമ്മളുടെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് യോഗ ക്ലാസ്സിൽ നിന്ന് ഒരു യോഗ തെറാപ്പിസ്റ്റിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് തിരിച്ചു. ഇപ്പോൾ വീണ്ടും ഞാൻ ഗൾഫിലേക്ക് തിരിച്ചൊരു യോഗ തെറാപ്പിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ അത്രയും നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മുടെ പോപ്പുലേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ യോഗ തെറപ്പി കോയിൻസൈഡ് ചെയ്ത് നമ്മൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന രണ്ട് ടേംസാണ്. എന്താണ് അതിന്റെ ഡിഫറൻസ്? എന്താണ് കൂടുതൽ പവർഫുൾ, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് പറയാം? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലർക്കും അറിയില്ലാത്തതും പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് യോഗ തെറാപ്പി അല്ലെ യോഗ ഇൻസ്ട്രക്ടറും തമ്മിലുള്ള വ്യത്യാസം. 200 മണിക്കൂർ പഠിപ്പിക്കുന്ന ഒരാളെയാണ് നമ്മൾ യോഗ ഇൻസ്ട്രക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അവർ ചിലപ്പോൾ MBBSന്റെ സബ്ജക്ട്സ് ആയ നമ്മൾ അനാറ്റമി, ഫിസിയോളജി, മോഡേൺ മെഡിസിൻ എല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ 5.5 വർഷത്തെ ബിരുദത്തോടു കൂടി പാസ്സായവരാണ് യോഗ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഡിസീസ്ഡ് കണ്ടീഷനെ യോഗ തെറാപ്പിയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മാറ്റാം എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ ഈ ഒരു യോഗ ഇൻസ്ട്രക്ടറിലേക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് യോഗ ക്ലാസ്സിലേക്ക് എലിജിബിൾ ആവുന്നു. അപ്പം യോഗ ഗ്രൂപ്പ് യോഗ സെഷൻ ഈസ് ഫോർ ദ ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആൻഡ് യോഗ തെറാപ്പി ഈസ് ഫോർ ദ പേഷ്യൻസ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇതെന്താ നന്ദന കുടിച്ച് കോഫിയാണോ? അത് കോഫിയാ. എന്തായിരുന്നു അതിന്റെ ഉള്ളിലുള്ള കണ്ടൻസ്? ഞാൻ മോക്കയാണ് കുടിക്കുന്നത്. ചോക്ലേറ്റ് ആഡഡ് ആണ്, അതിനകത്ത് വേറെ ഷുഗർ ഒന്നുമില്ല. ചോക്ലേറ്റ് ആൻഡ് കോഫി വിത്ത് മിൽക്ക്. നമ്മളെ കുറച്ച് ഇങ്ങനത്തെ ഗ്രീൻ ടീസിലേക്കൊക്കെ മാറുന്നതല്ലേ നല്ലത്? ഗ്രീൻ കാരണം ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതിനകത്തേക്ക് ചെറുതായിട്ട് ഹണി ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. പക്ഷെ ഗ്രീൻ ടീ കൊണ്ട് എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നൊന്ന് പറയാമോ? ലൈക്ക് എല്ലാവരും ഇപ്പം ഹെൽത്ത് നോക്കുന്ന എല്ലാവരും കുടിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇതിന്റെ ഒരു ഹൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡൻസ് ആണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ഇലയാണ് കണ്ടോ. ഈ ഇലകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ പേപ്പറിൽ ഇതൊക്കെ ഇപ്പൊ ഇത്തിരി കൂടി ഇപ്പൊ ദുബായ് ആയതുകൊണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ നമ്മളുടെ ഇലകൾ പൊടിച്ച് നമുക്കത് കാണാനും പറ്റും അതിനകത്ത്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള മുഴുവൻ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്ന നമ്മുടെ ആന്റിബോഡീസിനെ ശരീരത്തിൽ കളയാനായിട്ട് ഇത്രയും നല്ലൊരു സാധനമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 times നമുക്ക് നല്ലപോലെ ആന്റിബോഡീസ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള സ്ത്രീകളിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ഗ്ലൂട്ടാതയോണൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നേക്കാളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടീ പോലത്തെ ഓപ്ഷൻസിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാനും പറ്റും. നമുക്ക് കുറച്ചും കൂടി കുറച്ച് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിക്റ്റീവ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ കണ്ടു നന്ദന, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ 3ാമത്തെ കോഫിയാണ് പല രീതിയിലും ഭാവത്തിലും ഇപ്പൊ നന്ദന കുടിച്ചത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ അത്രയും നമ്പർ ഓഫ് ഇയാൾ ആർട്ടിഫിഷ്യലി മൂഡ് എലിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മൂഡ് എലിവേറ്റേഴ്സിനെ നമ്മൾ നശിപ്പിക്കുകയും കൂടി ചെയ്യുവാണ്. പക്ഷെ ഒരു ദിവസത്തിൽ ഒരു ബ്ലാക്ക് കോഫി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എന്നെ പോലുള്ള കാഫീൻ അഡിക്ട്സ് അല്ലാത്ത ആൾക്കാർ വിത്തൗട്ട് ഷുഗർ കോഫി കുടിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിത്തൗട്ട് ഷുഗർ കുഴപ്പമില്ല. ആക്ച്വലി ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ നല്ലൊരു ഓപ്ഷനാണ്. ലിവർ ഡീടോക്സിഫിക്കേഷൻ ഒക്കെയാണ്. പക്ഷെ നന്ദനയ്ക്ക് എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ? ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെയാ ഫീൽ ചെയ്യുക? ബ്ലോട്ടഡ് ആണ്. അപ്പൊ അത് ആക്ച്വലി കോഫി ഈസ് ആക്ച്വലി കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ അസിഡിറ്റി എന്ന് പറയും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ലത് ശരിക്കും ഇപ്പൊ വേറൊരു ടീ മേക്കിങ്ങിന്റെ വേണമെങ്കിൽ ഞാനൊരു ഇത് പറയാം, കോക്കനട്ട് മിൽക്കിൽ നമ്മൾ ടീയോ അല്ലെങ്കിൽ കോഫിയോ കുടിക്കുന്നത് നല്ലതെന്ന് പറയും. മിൽക്ക്, ആൽമണ്ട് അതുപോലുള്ള കുറെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്ന. പക്ഷെ ഇതിനൊന്നൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് ഹെൽത്തിയർ ഓപ്ഷൻസിലേക്ക് ഇപ്പം എന്നെ പോലുള്ള വ്യക്തികൾ പോവാത്തതെന്നാണ് എനിക്ക്. ഞാൻ രാവിലെ ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ഇത് പറഞ്ഞാൽ എല്ലാവരും പറയും ഓ ഡോക്ടർ എല്ലാം. ഇപ്പൊ ഞാൻ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഞാൻ ഗ്രീൻ ടീ ആണെങ്കിൽ രാവിലെ ഞാനൊരു നല്ല ഇഞ്ചി ചതച്ച നല്ല ഒരു മസാല ടീ പോലത്തെ ഉള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. അതിനകത്ത് സിന്നമൺ സ്റ്റിക്സ് ഉണ്ടാവും, ഏലക്ക ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ടീയുടെ പല ദൂഷ്യങ്ങളെ ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ടീ ആക്ച്വലി ഗുഡ് ആണ്. ബ്ലാക്ക് ടീ നമുക്ക് ചില ഗുണങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു അഡിക്റ്റ് ആവാതിരിക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ശർക്കരയാണ് ഇടുന്നത്. പഞ്ചസാരയ്ക്ക് വരെ ശർക്കരയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് രാവിലെ തന്നെ ആ ഇഞ്ചി കുടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ട് ചില സമയത്ത് ഞാൻ വിത്തൗട്ട് മിൽക്കാണ് അത് കുടിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പല രീതിയിലുള്ള നല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊരു ഗുണം വരുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ മാം കുവൈത്തിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. കുവൈത്ത് പിന്നെ നാട്ടിലിപ്പം യോഗാശ്രം കുറേ ബ്രാഞ്ചസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് നൗ യു ആർ എക്സ്പാൻഡിങ് ടു ദുബായ്. അതൊരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് ആവട്ടെ എന്ന് വിചാരിക്കണം. അപ്പം എനിവേസ് എന്ത് കൈൻഡ് ഓഫ് ക്ലയൻസിനെയാണ് മാം ഹോപ്പ്ഫുള്ളി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? എന്ത് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും മാം ടാക്കിൾ ചെയ്യാൻ? എൻ്റെ മെയിൻ ആയിട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഗട്ട് പെയിൻ സ്ട്രെസ് എന്നാണ്. അതായത് വയറ് സംബന്ധം. എൻ്റെ ഇപ്പോൾ ഒരു ആസിഡ് റിഫ്ലക്സിൻ്റെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ദുബായിലൊക്കെ ഒത്തിരി പേഷ്യൻസ്, എനിക്കിവിടെ ഒരു മോർ ദാൻ ഒരു തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് ഉണ്ട് എനിക്കിവിടെ. പക്ഷേ ഓൺലൈനാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പാലാരിവട്ടം വരെ അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട് ഇവിടെയൊക്കെയാണ് എൻ്റെ ബ്രാഞ്ചസ് വരുന്നത്. അപ്പൊ അവിടെ വരെ അവർ വെക്കേഷൻ വരുമ്പോഴോ ചില ആൾക്കാർ ആസിഡ് റിഫ്ലക്സിന്റെ പ്രശ്നം വന്നിട്ട് അവർ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് വന്ന ഒത്തിരി പിള്ളേരുണ്ട്, മറ്റേ മെയിൽസ് ഉണ്ട്. അവരൊക്കെ അവരുടെ ജോലി ഇത്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു എൻ്റെ ഡോക്ടറെ ഒന്ന് ദുബായിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഉപകാരമായിരുന്നു. എൻ്റെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഞാൻ ഓൺലൈൻ വഴിയാണ് ഡയറ്റ്, അതുപോലെ തന്നെ എനിക്കപ്പോൾ പെയിൻ മാനേജ്മെന്റ് മാത്രം അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഓൺലൈനിൽ പറ്റില്ല. കാരണം അക്യുപഞ്ചർ, ഹിജാമ, അതുപോലെ ഫിസിയോതെറാപ്പി ഒക്കെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയും അതുപോലെ തന്നെ യോഗ തെറാപ്പി 1-to-1. ഇപ്പൊ ഞാൻ നന്ദനയ്ക്ക് ഇപ്പൊ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ക്ലയൻസിന് അത് ഉപകാരമായിരിക്കും. അതേപോലെ ഡയറ്റ് മാത്രമാണ് നമുക്ക് ഓൺലൈനിൽ ശരിക്കും സാധ്യമാവുന്ന ഒരു കാര്യം. അപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ 3 കാര്യങ്ങളെ സമന്വയിപ്പിച്ച് ചെയ്യുന്ന സർവീസസ് ആയിരിക്കും ഞാൻ എവിടെയും ചെയ്യാം. മിഡിൽ ഈസ്റ്റിലാണ് എനിക്കിനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്ത് പിന്നെ ഒരു മസാജും സ്റ്റീം ബാത്തും ഒക്കെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ ടാക്കിൾ ചെയ്ത് നമുക്ക് ആയുർവേദ ഡോക്ടറും ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അതിനാണ് ഞാൻ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ദുബായിൽ ഒരു കോൺഫറൻസിന് വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു. അതെ. ഹൗ വാസ് ദാറ്റ്? അത് നല്ലൊരു എന്താ പറയുക, ഒത്തിരി ആൾക്കാരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ആയുഷ് കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ആയുഷിലുള്ള എല്ലാ സ്ട്രീംസ്, സിദ്ധ, ഹോമിയോപ്പതി, ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതിയാണ് ഞങ്ങളുടെ. അപ്പൊ ആയുഷ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആയുർവേദ, യോഗ, ആയുഷ് സ്റ്റാൻഡ്സ് ഫോർ ഓൾ ദ സ്ട്രീംസ്. അപ്പൊ ഈ എല്ലാ സ്ട്രീംസിലുള്ള ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഒത്തിരി ബിസിനസ് ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ദുബായിലുള്ള എന്താണ് നമ്മളുടെ പേഷ്യൻസിന് വേണ്ടത് അല്ലെങ്കിൽ ക്ലയൻസിന് വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും എനിക്ക് ഈ ഒരു സമയം കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പൊ ആളുകൾ വെൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ജേർണി എന്ന് ചിന്തിക്കുമ്പോൾ മൈൻഡിൽ പെട്ടെന്ന് ഓടി വരുന്നത് ഡയറ്റും എക്സസൈസും ഒക്കെയാണ്. അപ്പോൾ
പെട്ടെന്ന് ഇന്ന് ഇപ്പൊ എനിക്കൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുമ്പോ ലൈക്ക് ആസ് ഇൻ ഇന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വീടെത്തുമ്പോഴത്തേക്കും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്തായിരിക്കും ഇപ്പൊ ഒരു അത് ഇപ്പൊ ഡയറ്റ് ടു സ്റ്റാർട്ട് എന്തായിരിക്കും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി അങ്ങ് പോയി കിടന്നുറങ്ങിക്കോ, എന്നിട്ട് നാളെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ ഞാൻ പറയും ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ ഇന്ന് അപ്പൊ എന്തായാലും രണ്ടും നന്ദനയുടെ ഒരു ഇഷ്ടം കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. നന്ദന ഡിന്നർ ചെന്ന വഴി തന്നെ അങ്ങ് കഴിക്കുക. അതായത് ഒരു 7 മണിക്ക് നന്ദന ഡിന്നർ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നന്ദന നാളെ ഒരു 15 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടേ നന്ദന അടുത്ത നെക്സ്റ്റ് മീൽ കഴിക്കുന്നുള്ളൂ. അപ്പൊ തന്നെ എന്തായി? ഡീടോക്സ് ആയി. ലിവർ ഡീടോക്സിഫിക്കേഷൻ ആണ് ആക്ച്വലി. പലപ്പോഴും നമ്മൾ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഫാറ്റി ലിവർ ആണ്. അപ്പൊ പല പെൺകുട്ടികളും ഇപ്പൊ അവരത് അറിയുന്നില്ല അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത്. അവരത് കുറച്ച് നാൾ കഴിഞ്ഞ ഒരു സ്കാൻ ചെയ്ത് അവർ യൂട്രസിന്റെ ഒരു സംഭവത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 2 എന്നൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. എക്സസൈസ് ഇസ് ഓൾസോ വെരി ഗുഡ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഡയറ്റ് തന്നെയാണ്. കാരണം നമുക്കത് വിസിബിൾ ചേഞ്ചസ് വരും. നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഡയറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴല്ലേ പെട്ടെന്നുള്ള അതിന്റെ വിസിബിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എന്ത് കാര്യം നമ്മുടെ ഡയറ്റിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് ഇനി അപ്പൊ തന്നെ നേരെ ചെന്ന് ഈ കോഫി കുടിക്കരുത്. ഫസ്റ്റ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗുഡ് ഫുഡ്. അപ്പൊ അതൊരു ഹെർബൽ ടീ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ ആവാം, അല്ലെങ്കിൽ ഒരു ഡബിൾ ഓംലെറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്കൊരു ഏത്തപ്പഴം പുഴുങ്ങിയതോ അങ്ങനെ അല്ല എന്തെങ്കിലും വെച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫുഡ് ബോഡി ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്ത് ആഗ്രഹിക്കുന്നത് അതപ്പോ ഒരു ചീത്ത സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പൊ ആ ചെയ്തതിന് ഫലമില്ലാണ്ടായി പോകും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ലൈറ്റ് ആയിട്ടുള്ള വാമപ്പ് ഒക്കെ ചെയ്തു തുടങ്ങാം. കാരണം ഇന്ന് തന്നെ 1 hour കുറെ അങ്ങോട്ട് ഓടി. അപ്പൊ എവറിഥിങ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് 10 minutes എന്ന് പറയാം. അത് ബോഡിയെ വല്ലാണ്ട് എഫക്ട് ചെയ്യും. അപ്പൊ 10 minutes മാത്രം ഒരു വാമപ്പ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് ബ്രേക്ക് ചെയ്തു അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ബെസ്റ്റ് വേ. ഇപ്പൊ നമ്മള് കേൾക്കുന്ന കുറച്ച് ഡയറ്റ് ട്രെൻഡ്സ് ആണ് കീറ്റോ, ഈ പറയുന്ന പോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, വീഗനിസം പോലുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ സോ കോൾഡ് ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യൻസും കുറേ ഡോക്ടേഴ്സ് പോലത്തെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ കാണുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. അപ്പൊ ഒരു റെഗുലർ പേഴ്സണ് എന്താണ് വാട്ട് ഇസ് റൈറ്റ് ഫോർ ദം, വിച്ച് വൺ ടു ചൂസ്, എങ്ങനെ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാല് എൻ്റെ വരുന്ന പേഷ്യൻസും ക്ലയൻസും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലവർക്ക് കീറ്റോ ഡയറ്റ് ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആണ്, പക്ഷെ അത് കിഡ്നി ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് നല്ലപോലെ പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു മലയാളിയായിട്ടാണ് ജനിച്ചെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ബോഡിയും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആ ഫുഡുമായിട്ടാണ്. നമ്മളുടെ പൂർവികര് എങ്ങനെയാണോ ഫോളോ ചെയ്ത് വന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മളിൽ പിന്നെ എങ്ങനെ മാറ്റിയാലും ചെറുതായിട്ട് ആ ഒരു അഡാപ്റ്റേഷൻ അതിനകത്തുണ്ടാവും. അപ്പൊ നമ്മൾ കുറേയൊക്കെ മറ്റുള്ള ട്രെൻഡ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ താമസിക്കുന്ന ഒരാള് ജപ്പാനിലെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അമേരിക്കൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന പ്രാക്ടിക്കൽ അല്ല. അവിടെ കിട്ടുന്നത് മറ്റേ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള കപ്പങ്ങയാണെങ്കിൽ ആ കപ്പങ്ങ കഴിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെ. കപ്പങ്ങപ്പഴം അല്ലെങ്കിൽ പൈനാപ്പിൾ, സീസണൽ ഫ്രൂട്ട്സ്. അപ്പൊ അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അഫോർഡ് ചെയ്യുന്നേക്കാളും സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മള് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് പോയിട്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? ഞാൻ എന്റെ പേഷ്യൻസിൽ കാണും കീറ്റോ ഡയറ്റ് ഒക്കെ നോക്കിയോ ഡോക്ടറെ, പക്ഷെ നമ്മൾക്ക് നല്ല ചക്കപ്പുഴുക്കൊക്കെ കണ്ടപ്പോ ഞാൻ അതങ്ങ് കഴിച്ചു. എനിക്ക് ചോറ് കഴിക്കാണ്ട് പറ്റില്ല. ഞാൻ പറയുന്നത് എന്തിനാണ് മാഷേ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? ഞാൻ പറയുന്നത് നമ്മളുടെ രാവിലെയുള്ള ഈ പറഞ്ഞ കാർബ്സ് അങ്ങോട്ട് കുറയ്ക്കുക. നമ്മൾ നല്ലപോലെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്, ഇതൊക്കെ കഴിച്ചാൽ ദഹിച്ചോളും, കുഴപ്പമില്ല. പക്ഷെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം, രാവിലെ വല്ല ചെറുപയർ വേവിച്ചതൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഏത്തപ്പഴം മുഴുങ്ങിയത്, അല്ലെങ്കിൽ ഡബിൾ ഓംലെറ്റ് കഴിക്കുക. വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ ടീ, കുറച്ച് നട്ട്സും സീഡ്സ് ഒക്കെ കഴിക്കുക. രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും നല്ല ഒരു റിച്ച് ബൗൾ ഓഫ് വെജിറ്റബിൾ സാലഡ്സോ സൂപ്പോ ഒക്കെ കുടിക്കുക. അപ്പൊ ഒരു ദിവസം എല്ലാ ന്യൂട്രിയൻസും കിട്ടിയില്ലേ? പലർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ഇയാളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അവരിങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല രീതിയിലുള്ള അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് അവർ പറയണ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചില്ല.
അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡള്ളായി, എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളുങ്ങും. നമ്മൾ പറയുന്നത് വെച്ചാൽ ഒത്തിരി ഓവറായിട്ടൊന്നും ചെയ്യാതിരിക്കുക. നമ്മളുടെ എവിടുന്നാണോ നമ്മൾ വന്നത് ആ ഒറിജിനിലേക്ക് തന്നെ പല കാര്യങ്ങൾ ചെയ്തിട്ട് ന്യൂട്രീഷ്യസ് ഡയറ്റ് നോക്കുക. മറ്റുള്ള ആ ഡയറ്റ് ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ലോങ് അവേഴ്സ് എൻ്റെ ഡെസ്കിലിരുന്ന് ഞാൻ പണിയെടുക്കും, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്നെ പോലുള്ളവർക്ക് ഈ ഡെസ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഫിറ്റ്നസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ആസ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അനങ്ങാണ്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് ഫിനിഷ് ഓഫ് ചെയ്തിട്ടേ അടുത്ത് ഇനി ഒരു റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിയിൽ, റിലാക്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം എങ്ങനെ നമുക്ക് ഡെസ്കിൽ ഇരുന്നോണ്ട് തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കാം നമ്മുടെ ഒരു ബോഡി? ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ എവറി 1 hour യു ഷുഡ് മൂവ് എന്ന് പറയും. നമ്മളിനി എത്ര ഇതായാലും നമ്മൾ റിമൈൻഡർ വെക്കുക. മൊബൈൽ ഉണ്ടല്ലോ, അതിനകത്ത് റിമൈൻഡർ വെക്കുക. എവറി 1 hour നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം. ചിലപ്പോൾ നന്ദനയുടെ ഏറ്റവും വീക്ക് പോയിന്റ് ഏതാ ബോഡിയിൽ? കുറച്ച് നാളായിട്ട് ഈ ഒരു സൈഡിൽ ഒരു പെയിൻ ഉണ്ട്. അത് എന്തുകൊണ്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണോ, കിടക്കുന്നതിൽ എന്തെങ്കിലും ലൈക്ക് ചേഞ്ചസ് വരുന്നത് കൊണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ബോദർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സ്റ്റിൽ അതവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വരുമ്പോ വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ അപ്പർ ബോഡി ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആ ഒരു ഹഞ്ചിങ് വരുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പൊ നമ്മൾ കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ തലയൊന്ന് റിവേഴ്സ് കുറച്ചു നേരം ഇടുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈ തന്തരം കുറച്ചു നേരം ഒരു 30 minutes ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഹെഡ് ആൻഡ് നെക്ക് മൂവ്മെന്റ് ഇതൊന്ന് ചെയ്യാം. അത് ചെയ്തു, ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു. നോർമലി ആ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്യാം. അപ്പൊ തന്നെ കടകടയെന്നൊക്കെ ചിലപ്പോൾ ശബ്ദം കേൾക്കും അല്ലെ. പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, അതൊന്ന് ചെയ്യാം. അപ്പൊ ഒക്കെ നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും. അപ്പൊ ചിന്ന് നമ്മുടെ ഇവിടെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പോകണം. അപ്പൊ ഡബിൾ ചിഹ്നം ഉണ്ടെങ്കിൽ അതും മാറും. അപ്പൊ രണ്ടുണ്ട് ഗുണം. നമ്മള് കഴുത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് ബ്യൂട്ടി ഇതും കൂടി അതിനകത്ത് കിട്ടും. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചിങ്ങോട്ട്, അപ്പൊ ബാക്ക് മസിൽസിനും കിട്ടും, ബാക്ക് ലെഗ് മസിൽസിനും കിട്ടും. ഇതാണ് ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നത്. പിന്നെ നമ്മുടെ റിസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്യാം. അതേപോലെ തന്നെ ഫിംഗേഴ്സ്, ഇതൊക്കെ നമുക്ക് അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ അപ്ലോഡ് ചെയ്യോ ഡൗൺലോഡ് ചെയ്യോ ചെയ്യുവാണെങ്കിൽ അത്ര സമയം ആ സമയത്തിൽ നമുക്ക് ഇത് ചെയ്തിട്ട് ഇങ്ങനെ റിഫ്ലക്സോളജി ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യണം, കണ്ടോ? അപ്പൊ നല്ലൊരു സുഖം, ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഇതൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്പൊ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലംബാർ ട്വിസ്റ്റ്, ഈ ഇതൊന്ന് പിടിച്ചിട്ട് നല്ലപോലെ ഇപ്പുറത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ സ്പൈനിന്റെ ഉള്ളിലുള്ള ആ ടെൻഷൻസ് മുഴുവൻ റിലീസ് ചെയ്യും. പിന്നെ ഇതിന് വേണ്ട ഒരു അടിപൊളി ഒരു സംഭവം ഞാൻ ചെയ്തു തരാം. അതായത് നമ്മുടെ ഡെസ്ക് ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇന്റർലേസ് യുവർ ഫിംഗേഴ്സ് ആൻഡ് ഗോ ഡൗൺ. ഇത് പാടാണല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മുടെ തല ഇതിന്റെ ഉള്ളിൽ സ്പേസിൽ കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകും. ഇങ്ങനെ ആക്കണം. എന്നിട്ട് ഈ സ്ഥലത്ത് നമ്മൾക്ക് ഈ ഒരു പോയിന്റിൽ നന്നായിട്ട് താഴത്തേക്ക് പുഷ് ചെയ്യട്ടെ. അത് നല്ല വേദനയുണ്ട്, അതാണ് ഇവിടെ ഈ ഭാഗം ശരിക്കും ഇത് വേണ്ട. ഞാനിപ്പോ നന്ദനയുടെ ഒരു ഇത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം. നന്ദനയുടെ ബാക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നന്ദനയുടെ ബാക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുക, ഇവിടെ ബെൻഡാവണില്ല. ഇത്രയും ബാക്കിലേക്ക് പോകണം. ഇപ്പൊ എന്താണ് ശരിക്കും അവിടെ കാണുന്നത്? എന്റെ ഷോൾഡർ ബ്ലേഡ്സ് അല്ലേ ഇവിടെ കാണുന്നത് അല്ലേ? നന്ദന ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ തന്നെയാ നിൽക്കുന്നത്. അതായത് നന്ദനയുടെ ഇവിടെ റിലാക്സ്ഡ് അല്ല, എന്റെ റിലാക്സ്ഡ് ആയതുകൊണ്ടാണ് അത് താഴത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് സ്പൈനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിന്റെ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിലുള്ള ടെൻഷൻസിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പഠിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മള് എല്ലാ 1 hour ചെയ്യുമ്പോ എന്താ, ഇയാളുടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യും. ഇപ്പൊ നന്ദന വിചാരിക്കണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്തു ഇന്നൊരു ദിവസം, നാളെ മറന്നുപോയി, ഞാനൊരു കാര്യം ചെയ്യാം, വെള്ളിയാഴ്ച പോയി ഒരു മസാജ് എടുക്കാം. അപ്പൊ എന്താ പറയുക, ഇതിങ്ങനെ ആഡ് ഓൺ ചെയ്തോണ്ടേയിരിക്കുക, പൈലപ്പ് ചെയ്തോണ്ടിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇതെല്ലാം വെള്ളിയാഴ്ച ഒരു എക്സസൈസ് ചെയ്തിട്ട് മാറ്റാമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്തു പോവുക, എന്നാലാണ് നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടും. മാം ഫോക്കസ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? ഞാൻ മെയിനായിട്ട് ഗട്ട് പെയിൻ സ്ട്രെസ് ആണ്. ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ആസിഡ് റിഫ്ലക്സ് ഭയങ്കര ഒരു പ്രശ്നമാണ്. GERD എന്ന് പറയുന്നതാണ് ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹൈപ്പോ അസിഡിറ്റിയാണ് ആൾക്കാരിൽ കൂടുതൽ. അത് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് കേസ് ഹിസ്റ്ററി വിത്ത് ഡയറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡയറ്റ് തെറാപ്പിയാണ്. അത് കുറച്ച് നാൾ ഫോളോ ചെയ്തിട്ട്
നമ്മൾ ഗട്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് പിന്നെ അവരുടെ നോർമൽ ലൈഫിലുള്ള ഡയറ്റുമായിട്ട് നമ്മൾ അങ്ങ് മോഡിഫൈ ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ മാനേജ്മെന്റ് ത്രൂ അക്യുപഞ്ചർ, കപ്പിംഗ് തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി വെച്ചിട്ട് പെയിനെ മാനേജ് ചെയ്യുന്നു. പിന്നെ ആയുർവേദത്തിലെ മസാജും കിഴിയും സ്റ്റീമും കൊടുത്തിട്ട് ഇൻഫ്ലമേഷനെ ഒക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നു. പിന്നെ വരുന്നതാണ് സ്ട്രെസ് ആണല്ലോ മെയിൻ. അതെ. അപ്പൊ നമ്മുടെ വയറ് ശരിയാണെങ്കിൽ തല ശരിയാവുന്ന പറയാം. അപ്പൊ നമ്മുടെ വയറിന്റെ ഉള്ളിലാണോ പ്രശ്നം, അതുകൊണ്ടുള്ള ആങ്സൈറ്റി ആണോ അവർക്ക് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് ഡയറ്റിന് യോഗയും കൊണ്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യും. ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ ബ്രെത്ത് വർക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കിലൂടെയും ഒക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നു. ഇങ്ങനെയുള്ള 3 സർവീസസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം മാം പറഞ്ഞു വരുന്നത് ഈ സ്ട്രെസ് ആങ്സൈറ്റി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവരിലും ഉള്ളൊരു പ്രശ്നമാണ് ഈ സ്ട്രെസ് ആങ്സൈറ്റി. അത് ഈ പറയുന്ന പോലെ ഗട്ട് ഹെൽത്തിന്റെ പ്രശ്നമാവാം, വർക്ക് എന്നുള്ളതായിരിക്കാം, ഫാമിലി ലൈഫിലുള്ള ക്രൈസിസ് ആയിരിക്കാം. അപ്പം ഇതിനെല്ലാം ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള യോഗ തെറപ്പി, ഡയറ്റ് തെറപ്പി പോലത്തെ കാര്യങ്ങളായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ടാബ്ലറ്റ്സ് എത്ര നാൾ കഴിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ഡയറ്റിലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് യോഗ തെറാപ്പി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 1-2 മാസം കൊണ്ട് അവർ റിവേഴ്സ് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഈ ഡയറ്റ് എന്നെ ഫോളോ ചെയ്യണമെന്ന് ബലം പിടിക്കാറില്ല. അവരോട് പറയും നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു ഗൈഡൻസ് ആണ്. നമ്മളുടെ നാച്ചുറോപ്പതി പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രിവെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പ്രിവെൻഷൻ എന്നുള്ളതിന്റെ അവരത് പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്ത് മുഴുവനായിട്ട് മാറ്റി കൊടുക്കുമ്പോൾ അവർക്കൊരു അവയർനെസ് കിട്ടും. അതായത് ഇന്ന ഡയറ്റാണ് എനിക്ക് എൻ്റെ ബോഡിക്ക് സ്യൂട്ടബിൾ ആവുന്നത്. അപ്പൊ അടുത്ത മാസം തൊട്ട് അവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യാം, കുറച്ച് കാര്യങ്ങളെ ആഡ് ഓൺ ചെയ്യാനുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് തിങ്, യോഗ ചെയ്തിട്ട്, യോഗ എന്ന് പറയുന്ന ഡെയിലി നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഒരു ഹാബിറ്റ് ആക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. മെന്റൽ ഹെൽത്ത് ഇപ്പൊ എല്ലാവരും കോർട്ടിസോൾ ഹൈലി കൂടി നമ്മൾ പോലും അറിയാത്ത സ്ട്രെസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ അറിയുന്ന സ്ട്രെസ് ഉണ്ട്, അറിയാത്ത സ്ട്രെസ് ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ ഒത്തിരി പല ഇൻഫ്ലമേഷനെയും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനെയും ഒക്കെ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ട്രെസ് കാരണം ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അപ്പൊ ഒത്തിരി ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസിലേക്കും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്കും ഒക്കെ പെയിൻ പോകുന്നത് എന്താ, ഉറക്കക്കുറവും സമ്മർദ്ദവും. അപ്പൊ ആ 2 കാര്യത്തിന് നമുക്ക് ഒറ്റൊരു സൊല്യൂഷൻ ഉള്ളൂ, യോഗ തെറാപ്പി. യോഗ തെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരുടെ ഗ്രൂപ്പ് യോഗയിലേക്ക് അവരിട്ട് പിന്നെ വളരെ മിനിമൽ ഒരു ഫീസിൽ എല്ലാ മാസവും അതങ്ങ് ചെയ്തു പോകാനേ പറയുള്ളൂ. അപ്പൊ പിന്നെ അവർ അതിൽ നിന്ന് മാറിയില്ലേ, പിന്നെ അവർക്കൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ സ്ലീപ്പ് ഒരു വലിയ വിഷയമാണ്. സ്ലീപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇതുപോലെയുള്ള മെത്തേഡുകൾ നല്ലതായിരിക്കും. അതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പൊ സ്ലീപ്പിന്റെ കാര്യം പറയുമ്പോൾ പലരിലും ഉറക്കക്കുറവ് വരുന്ന മഗ്നീഷ്യത്തിന്റെ ഒക്കെ കുറവുണ്ട്. അപ്പൊ മഗ്നീഷ്യം നമ്മളുടെ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന വളരെ നല്ലതായിരിക്കും. ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ ഡയറ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും എല്ലാവരും പറയുമെങ്കിൽ അത് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രോബയോട്ടിക് എടുക്കുക. പ്രോബയോട്ടിക് എടുത്ത് നമ്മുടെ വയറിനെ ഒന്ന് കൾച്ചർ ചെയ്തിട്ട് അവർക്ക് എന്താണോ ഡെഫിഷ്യന്റ് അത് നമ്മൾ വൈറ്റമിൻസ് ഡി നോക്കുക, B12 നോക്കുക, അതുപോലെ തന്നെ മഗ്നീഷ്യം നോക്കുക. അപ്പൊ ഇതൊക്കെ കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രായത്തില് ടീനേജിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള വയറിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വയറ് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ നിന്ന് ഒത്തിരി ഫംഗസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാഡ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും. കാരണം നിങ്ങൾ നന്നായിട്ട് ഷുഗർ കഴിക്കുന്നവരാണ്. അപ്പൊ ഈ ഷുഗർ ഒത്തിരി ബാഡ് ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഇത് മൂലം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസീസ്. അപ്പൊ എന്താ പറയാ, നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒന്നും അവിടെ അബ്സോർബ് ആവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ഇത് കാണിക്കുന്ന സിംറ്റംസ് ആണ് മുടി കൊഴിച്ചില്, സ്കിന്നിലുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഉറക്കക്കുറവ്. അപ്പൊ അതിനെ കറക്റ്റ് ആക്കണമെങ്കിൽ ആദ്യം സപ്ലിമെന്റേഷൻ കൊടുക്കുക, പിന്നെ പതുക്കെ നമ്മുടെ വയറിനെ കൾച്ചർ ചെയ്ത് നല്ല ആഹാരങ്ങൾ കൊടുക്കുക. ഇപ്പം ഈ ഉറക്കത്തിനെ അഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഹാബിറ്റ്സ്. ഇപ്പൊ ഈ ഞാനാണെങ്കിലും ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഓഫീസിൽ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടും എനിക്ക് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിച്ച് വന്ന് ചെയ്യുന്നൊരു കാര്യമാണ് സ്ക്രോളിങ്. രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അതിപ്പോ എത്ര മണിയായാലും 11, 12, 1 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഐ ടേക്ക് മൈ ഫോൺ, സ്ക്രോൾ ചെയ്ത് ഒരു 10 വീഡിയോ എങ്കിലും കണ്ടിട്ടായിരിക്കും ഞാൻ കിടക്കുക. അതും പോസ്റ്ററും
ഒരു പ്രശ്നമാണ് ആ സമയത്ത്. കിടന്നുകൊണ്ട് ചരിഞ്ഞ് കിടന്ന് ഇപ്പൊ ഞാൻ കണ്ണട അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യുള്ളൂ. കണ്ണടയും വെച്ചിട്ട് അത് എനിക്കറിയാം, ഐ നോ ഇറ്റ്സ് ബാഡ് ഫോർ മൈ ഹെൽത്ത്, ബട്ട് സ്റ്റിൽ ഐ ഡു ഇറ്റ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം എങ്ങനെ നമുക്ക് അതിനാണ് നമുക്ക് മെന്റർ ചെയ്യണം. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങ് തല വെക്കുക. അതായത് ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ യോഗാശ്രമിൽ വരുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ളവരും അവരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു മെന്ററിനെ കണ്ടുപിടിച്ച്, ഞാൻ അതൊരു ഡോക്ടറായിട്ടല്ല ഞാൻ പലരോടും പറയണേ, ഐ എം എ മെന്റർ ഫോർ യു. എന്റെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരെയൊക്കെ മെന്ററായിട്ട് അവർക്ക് കൊടുക്കും. അപ്പൊ അവരെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ അപ്പൊ കുറെ നാൾ ആ മെന്ററിങ് കിട്ടും. 21 days ഓഫ് എനിത്തിങ് വിൽ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് 21 days മതി. അപ്പൊ അങ്ങനെ ഒരു മെന്ററിങ് നിങ്ങൾ ഒരു മാസത്തേക്ക് എടുത്തു നോക്കൂ. സുഖമായിട്ട് നിങ്ങളുടെ അപ്പൊ എന്താ പറയുക, അറിയാതെ 9:30 കിടന്നു പോയി, പിറ്റേ ദിവസം അറിയാതെ അത്. അപ്പൊ നമ്മൾ പതുക്കെ ആ റൂട്ടീനിലേക്ക് നമ്മൾ അറിയാതെ ചേഞ്ച് ആയി നല്ല ഹാബിറ്റിലേക്ക് വരുവാണ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വേണ്ടത് ആ ഡ്രൈവ് ആണ്. അത് വേണം എന്ന് നമുക്ക് തന്നെ തോന്നാം. ഡിസൈഡ് ചെയ്തിട്ട് ഒരാളെ ആ താക്കോൽ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവരോട് പിന്നെ അത് ഇത് ചെയ്ത് നമ്മളെ ഒരു ലൈനിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയില്ല. ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ ഡിപ്രഷനും ആങ്സൈറ്റി ഒക്കെ വരുന്ന ഒരു ആനക്കുട്ടി കുഴിയിൽ വീണ പോലെയാണ്. ആ ആനക്കുട്ടിയുടെ തുമ്പിക്കൈ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ പരതും, ഒരു വേര് കിട്ടുന്നുണ്ടോ എന്ന് പിടിക്കാനായിട്ടെന്ന്. ആ ആനക്കുട്ടിയുടെ തുമ്പിക്കൈ പിടിച്ച് കരയിൽ കയറ്റുക എന്നുള്ള ജോലിയാണ് എന്റെ. പിന്നെ ആനക്കുട്ടി എങ്ങോട്ടാ ഓടിപ്പോകുന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോളും. ആ ഇതിന്റെ ഉള്ളിൽ നിന്ന് കയറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു മെന്ററിന്റെ ജോലി. പിന്നെ അത് എങ്ങനെ ലീഡ് ചെയ്യണം, വീട്ടിൽ പോണോ കളിക്കാൻ പോണോ എന്നുള്ളത് ആനക്കുട്ടിയുടെ ജോലിയാണ്. അതാണ് ദാറ്റ് ഇസ് യുവർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യമാണ് പ്രിവെന്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാനൊന്ന് നേരെ ഒന്ന് ചമ്പ്ര പിടിച്ചിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. ബാക്കിയുള്ളവർ ഉപദേശിക്കുമ്പോ എനിക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് കംഫർട്ട് ഈ പൊസിഷനിൽ. അപ്പം പ്രിവെന്റീവ് ഹെൽത്ത് ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മേ ബി ആഫ്റ്റർ 30s അല്ലെങ്കിൽ പോട്ടെ ഒരു 25 കഴിഞ്ഞാൽ തന്നെ പ്രിവെന്റീവ് ഹെൽത്ത് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവ്രിബഡീസ് ലൈഫ്. അത് വിമൻ മെൻ എന്നുള്ളൊരു ഭേദമന്യേ എല്ലാവരും പ്രിവെന്റീവ് ഹെൽത്ത് നോക്കണം. ഇപ്പൊ ഈ ഇൻ ദ സെൻസ് ഓരോ ടെസ്റ്റുകൾ ചെയ്യുക, സ്ക്രീനിങ്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എത്രത്തോളം നല്ലതായിരിക്കും എന്നാണ് മാമിന് പറയുന്നത്? അയ്യോ, ഇത് ഭയങ്കര നല്ലതല്ലേ. കാരണം വിമൻ അബവ് 40 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ലേഡീസ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പേരെ എൻ്റെ ഈ ഒരു ടോക്കിൽ നിന്ന് ഇപ്പൊ ഇത് കാണുന്ന പുതിയ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അത് ബെനിഫിറ്റ് ആയിക്കോട്ടെ. അതായത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പർട്ടിക്കുലർ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ആയിരിക്കും. അയൺ മേക്സ് യു വെരി എനർജറ്റിക്. അപ്പൊ അയണിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഫെറിറ്റിൻ ആണ് നമ്മൾ നോക്കട്ടെ. ഹീമോഗ്ലോബിൻ നോക്കിയിട്ട് കാര്യമില്ല. ചില സമയത്ത് ഹീമോഗ്ലോബിൻ 12.5 അതൊക്കെ ബോർഡർ ശരിക്കും 10 എന്നുള്ള രീതിയിൽ എല്ലാവർക്കും. ഒരാൾ പോലും 13 ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു 13.5 ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മെനോപോസ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ബ്ലീഡിംഗ് ഉള്ള പീരീഡ്സ് ഉള്ള കുട്ടികൾക്കൊന്നും അല്ലെങ്കിൽ സ്ത്രീകൾക്കൊന്നും ഒരു 13 ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും 9, 10 എന്നുള്ള വളരെ ഈ പറഞ്ഞ ആൾക്കാർ വരുമ്പോ തന്നെ അവരുടെ കണ്ണിന്റെ അടിയിൽ മുഴുവൻ ഡാർക്ക് സർക്കിൾ ഉണ്ടാവും, മുടിയൊക്കെ ഇതുണ്ടാവും. ഞാൻ പറയുന്ന ഒരു ലേഡി മസ്റ്റ് ഗോ ത്രൂ ദീസ് ടെസ്റ്റ്. അതായത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഫെറിറ്റിൻ, അയൺ പ്രൊഫൈലിൽ ഇതൊക്കെ വരും. അവരത് ചെക്ക് ചെയ്യുക. ഹോർമോണൽ എസ്സേ, അതായത് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ, ടെസ്റ്റോസ്റ്റെറോൺ, ഇത് ചെക്ക് ചെയ്യുക. ആന്റിബോഡീസ്, അതായത് ആന്റി TPO, ആന്റി TG, തൈറോയ്ഡ് പ്രൊഫൈൽ ഇഫ് നീഡഡ്. അവർക്ക് ഇൻഫ്ലമേഷൻ ഉള്ള ഒരു ശരീരമാണെങ്കിൽ ഞാനൊരു ടെസ്റ്റ് വരാം, CRP ടെസ്റ്റ് വെച്ചിട്ട് ഇൻഫ്ലമേഷൻ നോക്കാം. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാം. അതായത് 45 ആകുമ്പോഴത്തേക്കും ലിപ്പിഡ്, അതായത് ആക്ച്വലി നമ്മളുടെ ഈസ്ട്രോജൻ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫാറ്റിൽ നിന്നാണ്. അതിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ എപ്പോഴും ലിപ്പിഡ് പ്രൊഫൈലിൽ ഇവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇവർ വിചാരിക്കും എന്തെങ്കിലും ഇത്രയും നാളെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, സഡൻലി അവർക്ക് LDL ഒക്കെ കൂടാൻ തുടങ്ങും. ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ HbA1c. ഇത്ര ടെസ്റ്റ് ഇപ്പൊ ദുബായിൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ ലിവർ എങ്ങനെയാണ്. പിന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അത് ഞാൻ കൂടുതലും പുരുഷന്മാരിലാണ് പറയാറ്. അതാ നമ്മൾ വിമന്റെ ഹെൽത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പറയാറുണ്ട്. മെൻ എന്താണ് ചെയ്യേണ്ടത്? മെന്നും ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ നമുക്ക് നന്നായിട്ട് നോക്കണം. അതുപോലെ അവർക്കും ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിലേക്കാളും കൂടുതൽ സ്ട്രെസ്സും ഇൻസോമിനിയും ഞാൻ കാണുന്നത്
എൻ്റെ അടുത്തേക്ക് വരുന്നത് പുരുഷന്മാരാണ്. പക്ഷെ ഇത് പ്രൊജക്ട് ചെയ്യുന്നത് കൂടുതലും വിമൻ ആയതുകൊണ്ടായിരിക്കാം അവരെ കുറിച്ച് മാത്രം ഡിസ്കഷൻസ്. ഒരിക്കലും പുരുഷന്മാര് അവര് ഐ എം ഓക്കെ എന്ന് പറയുന്നവരാ. അവരൊരിക്കലും അവരുടെ പ്രോബ്ലം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് അവരുടെ എവിടെയോ ഈഗോ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവര് മെഡിക്കലി സിക്ക് ആണ് അല്ലെങ്കിൽ സിക്ക് ആണെന്ന് പറയുന്ന വീക്ക് ആണ് അല്ലെങ്കിൽ വൾണറബിൾ ആണെന്ന് ഒരിക്കലും അവർ പറയില്ല. അവർക്കിപ്പോ ജലദോഷമാണ്, തീരെ വയ്യെങ്കിലും ഐ എം ഓക്കെ എന്ന് പറയുന്നവരാണ്. അപ്പൊ അല്ലെങ്കിൽ അവര് പനി പിടിക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവർക്ക് കൊളസ്ട്രോൾ കൂടി അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അവര് ലാസ്റ്റ് ഹബ്ബായിരിക്കും ഒരു ആശുപത്രിയിലേക്ക്. ആ സമയം അവരുടെ ഗേൾഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അമ്മയോ അവര് ഫസ്റ്റ് തന്നെ അവിടെ കൊണ്ടുവരും. പക്ഷെ അവരുടെ അതിന്റെ കൂടെ ഇവരെ ചെക്ക് ചെയ്യുമ്പോൾ ഇവർ അതിലും പ്രശ്നമായിരിക്കും. അവരൊരിക്കലും അത് ടേക്ക് കെയർ ഇല്ല. ഒരച്ഛൻ വീട്ടിലുള്ള എല്ലാവരുടെയും ടെസ്റ്റ് ചെയ്യും, പക്ഷെ ആ അച്ഛൻ ഒരിക്കലും ടെസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ പ്രായമായവരിലാണ് ഒരു 60+ ആയുമ്പോഴാണ് പുരുഷന്മാർ അതിനെപ്പറ്റി കൺസേൺഡ് ആവുന്നത്. ഞാൻ ഇതുവരെ ഒരു 20 എബോവിലുള്ളവർ വളരെ കുറവാണ്. ആ ഒരു അവയർനെസ് വരും. അപ്പൊ അവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മെയിൽ ഹോർമോൺസ് നോക്കുക. അതേപോലെ തന്നെ പിന്നെ ഈ പ്രോസ്ട്രേറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടോന്നാണ് PSA എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. വൈറ്റമിൻ D, വൈറ്റമിൻ B12, മഗ്നീഷ്യം, RFT, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ പുരുഷന്മാരും ചെയ്തു നോക്കുന്നത് നല്ലതാണ്.